മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ, വീണ്ടെടുപ്പിനാളടുത്തിതാ. ഹല്ലേലൂയ. മാറ്റൊലി ഞാൻ കേട്ടിടുന്നിതാ, ലോകമെങ്ങും പോകാം സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. പോർക്കളത്തിൽ നിൽക്കും വീരരേ, നല്ല യുദ്ധസേവ ചെയ്തിടാം. കാഹളം മുഴക്കി കാലടികൾ വച്ചു, ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി കാലടികൾ വച്ചു, ശത്രുവെ തുരത്തി മുന്നേറാം. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. Praise the Lord. Hallelujah. Hallelujah. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായും സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി, പകൽക്കാലത്തിനായി കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുണ്യനാമത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കായിരുന്നുകൊണ്ട് മാറാത്തവനായിരിക്കുന്ന, ഹല്ലേലൂയ, മതിയായവനായിരിക്കുന്ന, മഹോന്നതനായിരിക്കുന്ന ദൈവത്തെ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ കർത്താവേ സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സാക്ഷ്യങ്ങൾക്കായി, കുഞ്ഞുങ്ങളുടെ ആ വചനങ്ങൾക്കെല്ലാമായി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന സമയമൊക്കെയും ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവെ ഒരു സ്റ്റെപ്പും കൂടെ വെക്കുവാൻ, കർത്താവെ ഇനിയും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം വീണ്ടും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ താന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ ദാസൻ കുടുംബവും, അതുപോലെ പ്രൈസ് ദി ലോർഡ് പ്രിയ ആന്റി, എല്ലാ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നെടുമ്പാശ്ശേരി സഭയിൽ കടന്നു വരുവാനായിട്ട് ഇടയായത്. പരിചയമുള്ള ചില മുഖങ്ങളെങ്കിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടുകാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നാളത്തെ ശേഷം ഇതിനെയും കാണുവാൻ പ്രതീക്ഷിതമായിട്ട് ദൈവം സഹായിച്ചു. അവരോടുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റുക, കർത്താവിന്റെ വേലയിൽ ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി. ക്രിസ്തുവിന്റെ അനുഗാമികളാകുവാൻ, വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ്. പ്രൈസ് ദി ലോർഡ്.
ആ കർത്താവിന്റെ അനുഗാമികളാകുവാൻ തക്കവണ്ണമുള്ള വലിയ ഭാഗ്യം, ആ കർത്താവിനെ പിൻപറ്റുവാനുള്ള വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതോർത്ത് നമ്മളെപ്പോഴും ദൈവസഭയിൽ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചെയ്ത നന്മകൾ നമ്മൾ എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അത്രത്തോളം ദൈവം നമ്മെ കരുതിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി കർത്താവ് എല്ലാം നൽകിയിട്ടുണ്ട്. ആ നന്മകളെല്ലാം നമുക്ക് നിരന്തരം ഓർക്കുവാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കൂടുതൽ നമ്മള് പക്ഷേ കംപ്ലൈന്റ് പറയുന്നവരാണ് അല്ലേ. നമുക്ക് സംതൃപ്തി ഇല്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, കണ്ടന്റ്മെന്റ് ഇല്ല, പക്ഷെ കംപ്ലൈന്റേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. തൃപ്തിയില്ല, പക്ഷെ എന്താ ഉള്ളത്, കംപ്ലൈന്റ് അല്ലെ, പരാതികളാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പെറുപെറുക്കോ പരാതികളോ എല്ലാം ഇപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ഇരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സന്തോഷമുള്ളവരായി, സംതൃപ്തിയുള്ളവരായി. ദൈവം പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് മതിയെന്ന് വിചാരിപ്പിൻ അല്ലേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടോ? ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്നത് എന്തുടുക്കും അല്ലേ. ഇപ്പോ എന്താ ചിന്തിക്കുന്നേ? ഏതുടുക്കും അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ ദൈവം നമ്മെ കൊണ്ടുവന്നു അല്ലേ. പക്ഷെ പ്രശ്നം വെച്ചാൽ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോ കംപ്ലൈന്റാ. ഇസ്രായേൽ മക്കൾക്കും പറ്റിയത് അത് തന്നെയല്ലേ. അവരിടയ്ക്ക് എതിർക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, എന്നാൽ നെടുമ്പാശ്ശേരിയിലുള്ള ദൈവമക്കൾക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതെ കംപ്ലൈന്റുകൾ നിങ്ങൾക്കാർക്കില്ല. നിങ്ങൾ വളരെ നല്ല പ്രൈസ് ദി ലോർഡ് ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, കർത്താവിനെ എപ്പോഴും സ്നേഹിപ്പാനും നന്ദിയുള്ളവരായിരിക്കാനും ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്കറിയാം, ഒരാൾ നമ്മളിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി ഒരു നന്ദി പോലും, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലെങ്കിൽ, പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതായത് ഒരു 500 രൂപ ഒരാൾക്ക് കൊടുത്തു, പ്രൈസ് ദി ലോർഡ്, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സാധാരണ രീതിയിൽ ഒരു നന്ദി ഇല്ലാത്തവനാണെന്ന് നമ്മൾ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ചെയ്ത നന്മകൾക്ക് എല്ലാം നന്ദിയുള്ളവരായി, പരാതികളില്ലാതെ സംതൃപ്തിയുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 22 വർഷമായി പ്രൈസ് കർത്താവിന്റെ വേലയിൽ നോർത്ത് ഇന്ത്യയിൽ ആയിരിക്കാനായിട്ട് ദൈവം പ്രൈസ് ദി ലോർഡ് ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്കമാലിയിൽ വെച്ച് നടന്ന മിഷൻ മീറ്റിംഗില്, ധ്യാനയോഗത്തില് ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ചിലരെങ്കിലും അന്നുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാണ് ഈ കഴിഞ്ഞ 22 വർഷക്കാലം ദൈവം ഞങ്ങളെ അവിടെ പരിപാലിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും അറിയാതെ, ഒരാളെ പോലും പരിചയമില്ലാതെ, അവിടുത്തെ ഭാഷ അറിയാതെയൊക്കെയാണ് അങ്ങോട്ട് പോയത്. എന്നാൽ വലിയ ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെല്ലുവാനും കർത്താവിന്റെ വേലയിൽ ഇതുവരെയും നിലനിൽപ്പാനും ദൈവം സഹായിച്ചു. ഒറിയ ഭാഷയുടെ ABCD അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ കുഞ്ഞുങ്ങൾ പാടിയ പാട്ട് പ്രൈസ് ദി ലോർഡ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, മലയാളത്തിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകി. അങ്ങനെ അനേക പാട്ടുകൾ ഒറിയയിലും എഴുതുവാനും ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും ദൈവം സഹായിച്ചു. അവിടെ നമുക്കൊരു നല്ലൊരു ദേവദാസൻ, അല്ലെങ്കിൽ ഒറീസയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സിംഗറാണ് അദ്ദേഹം. വളരെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്കൊരു ചാനലും ഒറിയ ഭാഷയിലുള്ള പാട്ടുകൾ, ഹിന്ദിയിലുള്ള പാട്ടുകൾ, പ്രൈസ് കൃപാ സംഗീതം എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനെല്ലാം സഹായം ദൈവം കൃപ നൽകി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഒറിയ ഭാഷയുടെ ABCD അറിയാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം പ്രൈസ് ദി ലോർഡ് ഒറിയ ഭാഷയിലെ പാട്ടുകൾ എഴുതുവാനും ആ പാട്ടുകൾക്ക് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നടന്നു എന്ന സമയം മുതൽ
പ്രൈസ് ദി ലോർഡ്, അനേക യൗവനക്കാർ, അനേക കുടുംബങ്ങൾ പല സമയങ്ങളിൽ പല നിലകളിൽ കർത്താവിനെ അറിയുവാനിടയായി. ചില നമ്മുടെ താമസിക്കുന്നത് കട്ടക്ക് എന്ന സിറ്റിയിലാണ്. അതുപോലെ നമുക്കറിയാം ബെന്നി പാസ്റ്റർ പാനിപ്പതിയിൽ പ്രവർത്തിക്കുന്നു, എൽദോസ് പാസ്റ്റർ റൂർക്കലയിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒറീസയുടെ 14 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതാണ്. കൂടാതെ മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും കർത്താവിന്റെ വേലയിൽ ആയിരിക്കാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിലും ഛത്തീസ്ഗഡിലും ജമ്മുവിലും അതുപോലെ പ്രൈസ് ദി ലോർഡ് ആസാമിലും ജാർഖണ്ഡിലും എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനായിട്ട് ദൈവം കൃപ നൽകി. ഭൂട്ടാനിലും പ്രവർത്തനം നടക്കുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലവും ഈ സ്ഥലങ്ങളിലെല്ലാം കടന്നു പോകുവാൻ ദൈവം കൃപ നൽകി. പല ഭാഷക്കാരവിടെയുണ്ട്. ഒറിയ ഭാഷയാണ് ഒറീസയിൽ മുഖ്യമായിട്ടുള്ളത്. എന്നാൽ മറ്റ് ഭാഷകൾ, ഒത്തിരി ട്രൈബൽ ഭാഷകൾ അവിടെയുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഭാഷയുടെ പേര് പറയുമ്പോൾ തന്നെ ഒരു രസമാണ്. അപ്പൊ പിന്നെ ഭാഷയിട്ട് കയറി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. കുയി, കോയി, ഗദവ, സന്താളി, ഹോ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ഒത്തിരി ഭാഷകൾ ഒറീസയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി വൈവിധ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, പ്ലേസസിലെ വൈവിധ്യം, ഭാഷകളിലെ വൈവിധ്യം, അതുപോലെ സംസ്കാരങ്ങളിലെ വൈവിധ്യം, പ്രൈസ് ദി ലോർഡ്, ഭക്ഷണ രീതികളിലുള്ള വൈവിധ്യം, പ്രൈസ് ദി ലോർഡ്. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിയിൽ ജീവിക്കേണ്ടി വരും, താമസിക്കേണ്ടി വരും, കിടക്കേണ്ടി വരും, കഴിക്കേണ്ടി വരും. അതെല്ലാം ഇപ്പോൾ വർണ്ണിക്കാൻ സമയത്തില്ല. ചിലപ്പോൾ വർണ്ണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എഴുന്നേറ്റ് ഓടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും ഒരു വൈവിധ്യം താല്പര്യമുള്ളവരിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി, ഒരു വൈവിധ്യമായിട്ടുള്ളത് തരാം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൈസ് ദി ലോർഡ്, ഞാൻ പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള ട്രൈബൽസിന്റെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആഹാരമാണ് ഉറുമ്പ് ചമ്മന്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത്തവണ ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല, മറന്നുപോയി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ദിവസവും ഞങ്ങൾ ഉറുമ്പ് ചമ്മന്തി തിന്നുവെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ട്രൈബൽസിന്റെ ഇടയിലുള്ള ഒരു കോമൺ, നമ്മുടെ നിസർ കൊണ്ടുള്ള ഒരു ചമ്മന്തി, അത് ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞുതരാം വേണമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പല നിലകളിൽ, പല സ്ഥലങ്ങളിൽ, പല ഹല്ലേലൂയ തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളുടെ ഇടയിൽ നിന്ന് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതൊരു ഫാക്റ്റാണ്. ഹല്ലേലൂയ. എവിടെയെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊരു വസ്തുതയാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണം, അനേക കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഗ്രാം സ്റ്റെയിൻസിന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നമുക്കറിയാം. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഗ്രാം സ്റ്റെയിൻസിന്റെയും കുഞ്ഞുങ്ങളെയും 99 അവര് അവിടെ സുവിശേഷ വിരോധികള് അവരെ കൊല്ലുവാനായിട്ടിടയായിരുന്നു, ജീപ്പിലിട്ട് കത്തിക്കുവാനായിട്ട് ഇടയായി. നമുക്കറിയാം ആ സ്ഥലങ്ങൾ എല്ലാം പോകുവാനായിട്ട് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. നമ്മുടെ ബെനിപാസ് താമസിക്കുന്ന പാരിപ്പതയിലാണ് ആക്ച്വലി അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവം നടന്നത് അവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ മാറി കേഞ്ചുവാർ എന്ന ഡിസ്ട്രിക്റ്റിലാണ്, അതിന്റെ പരിധിയിൽ വരുന്ന ഒരു ഗ്രാമത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ആ കേഞ്ചുവാർ എന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം ഈ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ചർച്ച അവിടെയുണ്ട്. അല്ലാതെ പല ഓർഗനൈസേഷൻസ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആയിട്ടോടെ പ്രവർത്തിക്കുന്ന ദൈവജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവമക്കൾ, ആശ്ചര്യം തോന്നുന്ന രീതിയിൽ അനേക ദൈവമക്കൾ ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുന്നു. കൂടുതലും ഹോ എന്ന ഒരു ട്രൈബിൽപ്പെട്ട, അതുപോലെ സന്താളി എന്ന ട്രൈബിൽപ്പെട്ട, 2 ട്രൈബിൽപ്പെട്ട പ്രൈസ് ദി ലോർഡ് ദൈവജനമാണ് അവിടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയും ഒരു ചർച്ച, ഒരു നല്ലൊരു കൂട്ടം അവിടെയും ഉണ്ട്. അവര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരി അടി, അവിടെ പ്രത്യേകിച്ച് സഹോദരിമാരെല്ലാം അവരുടെ ഗ്രാമക്കാരിൽ നിന്ന് ഒത്തിരി അടിയല്ലേ ഏൽക്കേണ്ടി വന്നു. അവര് 3 വർഷത്തോളം അവരുടെ വീടുകൾ തകർത്തു. 3ഓളം വർഷം അവർക്ക് പുറത്ത് താമസിക്കേണ്ടി വന്നു.
ആ സമയത്താണ് കൂടുതലായി ഞങ്ങൾ പരിചയപ്പെടുന്നതും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനെല്ലാം ദൈവം കൃപ നൽകി. അവരിൽ ചില സഹോദരങ്ങൾ ട്രെയിനിങ് എടുത്തു നമ്മുടെ അടുത്ത്. അവര് കടന്നുപോയി ആ പ്രവർത്തനം അവിടെ അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു ചർച്ചുണ്ട്. അവര് ചർച്ച് പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഒരു സഹോദരങ്ങളെ സ്ഥലം കൊടുക്കുകയും അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമക്കാരുടെ എതിർപ്പൊക്കെ ഉണ്ട്, എങ്കിൽ കൂടി ദൈവം ഇനിയും വൻ കാര്യങ്ങൾ അവിടെ ചെയ്യും. വളരെ സാധാരണക്കാരായ അവിടുത്തെ നമ്മുടെ ഇപ്പോൾ അവിടുത്തെ ശുശ്രൂഷകനായിരിക്കുന്ന സഹോദരൻ പ്രൈസ് ദി ലോർഡ്, ഒരു പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ വളരെ താല്പര്യവും സമർപ്പണവും ദൈവത്തിനും പഠിക്കാനായിട്ടുള്ളൊരു വലിയ സമർപ്പണവും തനിക്കുണ്ടായിരുന്നു. എന്തും ചെയ്യുവാൻ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി നടത്തുന്നതിനേക്കാൾ അപ്പുറമായി വളരെ അടുക്കും ചിട്ടയുമായിട്ടൊരു സഭയെ പ്രൈസ് നടത്തുവാനായിട്ട് ഉള്ള രീതിയിൽ ആ സഹോദരൻ ഗോവർദ്ധൻ എന്നാണ് എൻ്റെ പേര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സഹോദരൻ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ലീഡ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം അവിടെ ചെയ്യുന്നു. അവര് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അവിടെ അത്ഭുതം നടക്കും. അങ്ങനെയാണ് വിശ്വാസികൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. പുതിയ ആത്മാക്കൾ കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരുടെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷം തോന്നും. കാരണം മറ്റൊന്നുമല്ല, അവരുടെ പേരുകൾ, ഒരാളുടെ പേര് ഋഷികേശ്, ഒരാളുടെ പേര് 2-3 കൃഷ്ണമാരുണ്ട്, കൃഷ്ണ, അതുപോലെ ഗോവർദ്ധൻ, പിന്നെ വിഷ്ണു, ജഗന്നാഥ് അവിടുത്തെ ഒരു വലിയ ദേവനാണ്. ഒറീസയിലെ നിങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം. പുരി എന്ന അമ്പലം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് പുരി. അപ്പോൾ അവിടുത്തെ മെയിൻ ദേവൻ ജഗന്നാഥാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ നിന്നെല്ലാം പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന അനേക യൗവനക്കാരെ കുടുംബങ്ങൾ പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധികളുടെ മധ്യത്തിലും വേദനകളുടെ മധ്യത്തിലും പ്രൈസ് ദി ലോർഡ് അതേ ഒറ്റപ്പെടുത്തലുകളുടെ മധ്യത്തിലും അവരെ സമൂഹം, അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന് പലർക്കും അവര് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്വന്തം സ്ഥലങ്ങൾ, പൈതൃകമായി തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ അവർക്ക് പ്രൈസ് ദി ലോർഡ് കളയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിലും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സമർപ്പണത്തോടെ അവർ നിൽക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. ഈ ഒറീസയിലും ഈ നമ്മുടെ പ്രവർത്തനങ്ങളുള്ള എല്ലാ സ്റ്റേറ്റുകളിലും പ്രൈസ് ഇനിയും ദൈവപ്രവൃത്തി നടക്കണം. മറ്റനേക സ്ഥലങ്ങളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും നമുക്കിതിലൊരു ഭാഗവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവർക്കും ഒറീസയിലേക്ക് വരാൻ പറ്റുന്നു വരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും പ്രൈസ് കർത്താവിന് വേണ്ടി വില കൊടുക്കുന്ന അനേക ദൈവമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കറിയുന്നത് പോലെ വളരെ പ്രതിസന്ധികൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്. നോർത്ത് ഇന്ത്യയിലുള്ള വിഷയങ്ങൾ പ്രൈസ് ദി ലോർഡ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. കാര്യങ്ങളെല്ലാം നമുക്കിന്ന് മൊബൈലിലൂടെയും മറ്റും അറിയാൻ സാധിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെയൊക്കെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ സംരക്ഷണം കർത്താവിന്റെ മക്കൾക്ക് നൽകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കവിടെ ട്രെയിനിങ് സെന്റർ ഉണ്ട്. ബൈബിൾ ട്രെയിനിങ് സെന്ററിൽ താമസിച്ച് നമ്മുടെ യൗവനക്കാരെ കർത്താവിന്റെ വേലയ്ക്ക്, അവരെ ശിഷ്യത്വത്തിലേക്കും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ ഒരുക്കുന്നു. അങ്ങനെ സമർപ്പിക്കപ്പെട്ട ഏകദേശം നമുക്കിപ്പോൾ ഈ കാലയളവിൽ ഏകദേശം ഒരു 70ഓളം സഹോദരി സഹോദരന്മാരെ ട്രെയിൻ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. 70-80 പേരോളം ഒറീസയിൽ തന്നെ, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും ചെറിയ ചെറിയ ബാച്ചസ് ആയി പ്രൈസ് ദി ലോർഡ് സഹോദരി സഹോദരന്മാരെ അതിൽ ഭൂരിപക്ഷം പേരും കർത്താവിന്റെ വേലയിൽ നിന്നായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏകദേശം 50നോടടുത്ത മിഷണറിമാര്, ഞങ്ങൾ 3 പേരാണ് നാട്ടിൽ നിന്നുള്ളതെങ്കിൽ ഏകദേശം 45 മിഷണറിമാര് നമുക്ക് അവിടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അതെല്ലാം തദ്ദേശീയരാണ്, അവിടെയുള്ള സഹോദരങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴും 7 പേര് നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം വാടകയ്ക്കാണ് നടക്കുന്നത്.
ചില സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിലുള്ള നമ്മുടെ പ്രൈസ് ദി ലോർഡ് കൂട്ടായ്മകളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആരാധനാലയങ്ങൾ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ പണി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് സെന്ററിന് വേണ്ടി അതായത് മുഖ്യമായ ഒരു മിഷൻ, ഒരു ചെറിയ ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെന്ററിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആ വിഷയങ്ങളിൽ ചോദിക്കുകയാണ്. കർത്താവ് തന്നെ എല്ലാം അനുഗ്രഹകരമായി തക്ക സമയത്ത് ചെയ്യട്ടെ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തി നീ നടക്കട്ടെ. അനേക ജീവിതങ്ങൾ അന്ധകാരത്തിലും അനാചാരങ്ങളിലും അതുപോലെ വിഗ്രഹാരാധനയിലും എല്ലാം അവർ വളരെ വളരെ ശക്തമായി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇന്ന് നിൽക്കുകയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ നീ സുവിശേഷം എത്തേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, ഇത്രയോ നാളായിട്ട് സുവിശേഷ പ്രവർത്തനം നടക്കുന്നു, ഇനിയും ചെന്നിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ത്യ എന്നുള്ളത് ഒരു വലിയ കൺട്രിയാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഓരോ സ്ഥലങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഓരോ റോഡിന്റെയും ഇരുവശങ്ങളിലും അനേക ഗ്രാമങ്ങൾ, വീണ്ടും എത്ര കാടാണെങ്കിലും അതിന്റെ ഉള്ളിലും ആരുണ്ട്? ആളുകൾ താമസിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ്. അത്രയ്ക്കും വലിയ ഏരിയാസാണ്, അത്രയ്ക്കും സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കും ഹല്ലേലൂയ. അതെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. വലിയ ഏരിയയാണ്. നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഇവിടുത്തെ ഒരു 3 ഡിസ്ട്രിക്ട് ആയിരിക്കും അവിടുത്തെ ഒരു ഡിസ്ട്രിക്ട്. അത്രത്തോളം വലിയ പ്രൈസ് ദി ലോർഡ് ജില്ലകളാണ്. 30 ജില്ലകൾ ഒറീസയിൽ തന്നെയുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെ നമ്മൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടം എന്താണ്? തിമോഥെയോസിന്റെ പുസ്തകത്തിൽ പറയുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാനും ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ഇച്ഛിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ പോലും പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. എവ്രി ഇൻഡിവിജ്വൽ. പ്രൈസ് ദി ലോർഡ്. ഓരോ വ്യക്തിയും ദൈവത്തിന് കർത്താവിന് പ്രാധാന്യം അർഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു ഭൂതഗ്രസ്തന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ഗദരദേശത്തുള്ള ഒരു ഭൂതഗ്രസ്തന് വേണ്ടി കർത്താവ് ആ പ്രൈസ് ദി ലോർഡ് തടാകം കടന്ന് താൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു 38 വർഷമായ ഒരു പക്ഷവാത രോഗിക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ കുളത്തിനടുക്കിലേക്ക് പോയി എങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഒരു സക്കായിക്ക് വേണ്ടി കർത്താവ് ആ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എവരി ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. ഓരോ വ്യക്തിയും ഹല്ലേലൂയ ദൈവത്തിന് പ്രൈസ് ദി ലോർഡ് പ്രാധാന്യം അർഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ് ഓരോ വ്യക്തിയും. അതുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ചപ്പാട് പ്രൈസ് ദി ലോർഡ് നമ്മൾ പ്രൈസ് ദി ലോർഡ് പ്രാപിക്കുക. അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ്. അത് നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ് അങ്ങനെ ഒരു ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നാം സ്വസ്നേഹികളാകരുത്, നാം നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ, മറ്റുള്ളവരെ നേടുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പ്രൈസ് ദി ലോർഡ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരെ കുറിച്ചും, ഇത് പാസ്റ്റർമാരെ കുറിച്ച് മാത്രമല്ല, ഹല്ലേലൂയ എവരി പ്രൈസ് ദി ലോർഡ് ബിലീവർ എല്ലാവരെയും കുറിച്ചും ദൈവത്തിന് ഒരു നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. ഒരു പർപ്പസ് ഇല്ലാതെ കർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പർപ്പസ് ഇല്ലാതെ കർത്താവ് നമ്മെ വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ പർപ്പസ് നമ്മൾ മനസ്സിലാക്കി, ആ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി. കർത്താവേ, എന്നെ കുറിച്ച് അങ്ങ് എന്താ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ജസ്റ്റ് നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ പോട്ടെ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അങ്ങനെ ചിന്തിക്കരുത്. അവസാനം അത് വെറും അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്തതായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. നിങ്ങൾ ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതെ കർത്താവേ, എന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് യുവർ പ്ലാൻ? എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകും. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറയുന്നു അല്ലേ? ഹല്ലേലൂയ. എന്റെ ഇഷ്ടമല്ല കർത്താവേ,
നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? അത് ഹല്ലേലൂയ നിറവേറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഒരു പദ്ധതി, ആ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് നമ്മെ കുറിച്ച്. അത് നമ്മിൽ നിറവേറുമ്പോൾ വാസ്തവത്തിൽ പ്രൈസ് ദി ലോർഡ് കർത്താവ് സന്തോഷിക്കും. ഹല്ലേലൂയ, ദൈവം മഹത്വപ്പെടും. നമ്മുടെ ജീവിതം പർപ്പസ്ഫുൾ ആവും, മീനിങ് ആവും. ഹല്ലേലൂയ, നമുക്ക് നമ്മിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തെ നമ്മൾ ആക്ച്വലി ഇതൊരു നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോവുകയല്ല, അല്ലേ? അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ആയി പോകരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, ഹല്ലേലൂയ, അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം പ്രൈസ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ഹല്ലേലൂയ എല്ലാം അത് വെളിപ്പെടുത്തുവാൻ നമുക്ക് ഇടയായിത്തീരണം. കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ, കോളേജുകളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും സ്വഭാവവും നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രൈസ് ദി ലോർഡ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇൻവെസ്റ്റ് ചെയ്യണം, വേസ്റ്റ് ആക്കി കളയരുത്. ഹല്ലേലൂയ. ദാസൻ പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ സമയം എന്ത് ചെയ്യത്തില്ല, നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. ഹല്ലേലൂയ. പൈസയൊക്കെ പിന്നെയും കിട്ടും, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ വേസ്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിറവേറ്റണം. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ചെറിയ പേടിയുണ്ട്. എന്നാ അറിയാം? പ്രൈസ് ദി ലോർഡ്. പേടി എന്നാണെന്നറിയോ? എങ്ങാനും എനിക്ക് ഇഷ്ടമല്ലാത്ത എങ്ങാനും കർത്താവ് പറഞ്ഞാൽ പണി കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹലോ, രക്ഷപ്പെട്ടു നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. എങ്ങാനും അങ്ങനെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ പലർക്കും പേടിയാ. എങ്ങാനും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം കർത്താവ് പറഞ്ഞാലോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് എന്നും നല്ലത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എങ്ങാനും അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടം ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവസാനം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ദുഃഖിക്കും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കും. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അത് മനസ്സിലാക്കണം നമ്മൾ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ ഇഷ്ടം അല്ല, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം, അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ. ഹല്ലേലൂയ. ആ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. എന്റെ സാക്ഷി ഞാൻ രണ്ടു മിനിറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 8ാം ക്ലാസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് നോർത്ത് ഇന്ത്യക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പ്രൈസ് ദി ലോർഡ് ദൈവം പുതുമലശ്ശേരി നന്ന പറഞ്ഞു, ഡാഡി എന്ന പുതുമലശ്ശേരി അടുത്ത് കൊണ്ടുപോയി പഠിക്ക്, സമയമാകുമ്പോൾ കർത്താവ് അയക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രീ-ഡിഗ്രി കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് ദൈവം ഇടയാക്കി. 98 മുതൽ 2022 വരെ, അതായത് 4 വർഷം ഡെറാഡൂണിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷമാണ് ഒറീസയിലേക്ക് പോകുന്നത്. ഇതിനെല്ലാം മധ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾക്കുണ്ട്, ഒത്തിരി പ്രലോഭനങ്ങൾ വരാം. ഇൻ ദ സെൻസ്, പ്രൈസ് ദി ലോർഡ്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഡിസ്റ്റിങ്ഷൻ. അത് ഒന്ന് എനിക്കും മറ്റൊരു
എൻ്റെ കൂട്ടുകാരനുമായിരുന്നു. അതുപോലെ പ്രൈസ് ദി ലോർഡ് പഠനപരമായി ബൈബിൾ കോളേജിലാണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ 4 വർഷവും 1ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ അവിടെയും ആ രീതിയിലൊക്കെ പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ദി ലോർഡ് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ഹിതം പ്രൈസ് ദി ലോർഡ് എന്നിൽ നിറവേറണം. ദൈവത്തിന്റെ ഇഷ്ടം പ്രൈസ് ദി ലോർഡ് അത് എന്താണെങ്കിലും അതിനു വേണ്ടി പ്രൈസ് ദി ലോർഡ് ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നുമല്ല. പ്രിയ ദൈവത്തിന്റെ നന്മ, ഇന്ന് കർത്താവിന്റെ വേളയിലായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപരമായി നമുക്ക് അനേക കാര്യങ്ങൾ പ്രൈസ് പ്രാപിക്കുക എന്നുള്ളതല്ല പ്രൈസ് ദി ലോർഡ്, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ തൃപ്തിയുള്ള കാര്യം. ഹല്ലേലൂയ. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവനാമത്തിന്റെ മഹത്വത്തിന്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ വലിയ സമർപ്പണമെന്നോ പ്രൈസ് ദി ലോർഡ് അത് വലിയ ഹല്ലേലൂയ വലിയ കാര്യമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കൃപ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്, വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നു മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. കർത്താവിന്റെ പറഞ്ഞു ആവശ്യത്തിന് സമയം എടുത്തു എന്ന്, എങ്കിൽ കൂടി പ്രൈസ് ദി ലോർഡ് ഒരു സമയം പാലിക്കേണ്ട ഡിസിപ്ലിൻ എനിക്കും ആവശ്യമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർത്തുവാനായിട്ട് ഇടയായി തീരും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.